എന്റെ പൊന്നു തുളസേട്ടാ, തൊഴുത് ഞാൻ പറയുവാ, ഇതുപോലുള്ള പണി എനിക്ക് തരരുത്. ഇത് ഒരു പണിയല്ല, ഒന്നൊന്നര പണിയായിപ്പോയി. പ്ലീസ്. എൻ്റെ പൊന്ന് സുജയ്, നീ ഇതിന് മാത്രം കിടന്ന് അലയ്ക്കാനും വേണ്ടി എന്തുണ്ടായി? അതിനുള്ള കാര്യങ്ങൾ വല്ലതും ഇവിടെ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലയോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒത്തിരി പ്രാവശ്യം കൊണ്ട് ഞാൻ കൊച്ചുങ്ങളുടെ തലയെ കൊണ്ടിട്ട്, ഇനി എത്ര വിചാരിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളുടെ തലയെ കൊണ്ടിരുന്നത്? എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ പൊന്ന് സുജയ്, നീ ഒന്നടങ്ങ്. ആ പിള്ളേരപ്പുറത്തുണ്ട്, അവർ കേട്ടാ നാണക്കേടാ, കേട്ടോ? ഞാനൊന്നും ചെയ്തില്ല അമ്മച്ചി, ഞാനൊന്നും ചെയ്തില്ല. മക്കൾ ഒന്നും ചെയ്തില്ല. എന്റെ മക്കളെ ഞാൻ വെറുതെ സംശയിച്ചു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ദിവസം ഞാൻ വരുമ്പോണ്ട് ഇത് നിറച്ച് വെള്ളം, ഈ കുഞ്ഞിന്റെ വാക്കറെ മൊത്തവും വെള്ളം. അപ്പൊ നിങ്ങൾ എന്നോട് എന്തോ പറഞ്ഞത്? ഈ AC-ക്കകത്തുനിന്ന് വെള്ളം വീണാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഉള്ളതായിരിക്കുമല്ലോ എന്ന് ഓർത്തു. കഴിഞ്ഞ ദിവസം AC മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഇത് സർവീസ് ചെയ്തു. ഇതിനകത്തുനിന്ന് ഇപ്പൊ ഈ വെള്ളം വീഴ്ച നിന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ വെള്ളം വന്നു? അത് പറ. മൂത്രം കൊണ്ടേ വാട കൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ വയ്യ. ഒരു ദിവസം വന്നോ 9 ദിവസം വന്നോ? എന്നെ കൊണ്ട് പറയിക്കരുത്. അവനും അവളും ഇതിനകത്ത് കയറി വന്നപ്പോ എന്നോട് ചോദിച്ചത് എന്തോ അതിനകത്ത് സ്മെല്ലെന്ന്. ഞാൻ അതാ കുഞ്ഞുങ്ങളുടെ തലയെ കൊണ്ടുവന്നിട്ടു. അറിയാമോ? എന്നെ കൊണ്ട് കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കല്ലേ കേട്ടോ. പറ്റിപ്പോയി, ഒരബദ്ധം പറ്റിപ്പോയി, നാറ്റിക്കാതെ പ്ലീസ്. ഒരബദ്ധം പറ്റിപ്പോയി നിങ്ങൾ കൂടെ പറയുന്നല്ലോ. നിങ്ങളുടെ ആയ കാലത്ത് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോണ്ടേ വിരുന്ന് നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കൊടുങ്ങല്ലൂർ പോയ കാര്യം ഓർമ്മയുണ്ടോ? അവിടെ പോയപ്പോ ഉണ്ടായ സംഭവം അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തോയിന് പറയണം എൻ്റെ പൊന്നു സുജയ്. ഇതിപ്പോ ലോകം മൊത്തം അറിയിച്ചെങ്കിലേ നീ അടങ്ങത്തുള്ളൂ. അപ്പൊ നിങ്ങക്ക് നാണക്കേടുണ്ട്, എന്നാലും നിങ്ങൾ നിർത്തത്തില്ലല്ലയോ? കാണാമോ ദിവസേട്ടാ, മൊത്തം മൂത്രം വാട കൊണ്ട് നിക്കാൻ വയ്യ. മുറിക്കകത്ത് ഈ കട്ടില് മൊത്തവും വാടകെടുത്തു. ഈ ബെഡ് ഞാൻ എവിടെ കൊണ്ട് പിടിച്ചോണ്ടിട്ടു? വാട കൊണ്ട് നിക്കക്കള്ളിയില്ല, അറിയാമോ? അമ്മച്ചി അപ്പൂപ്പ മൂത്രം വിട്ടോയില്ല. ഇടേ ഇത് മനഃപൂർവ്വം അല്ല. രാത്രി എനിക്ക് മൂത്രം ഒഴിക്കണം, ഇത് ടോയ്ലറ്റ് ആണെന്ന് തോന്നി അങ്ങ് ചെയ്തു പോയി. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതായിട്ട് താൻ വിചാരിക്കുകയും ചെയ്യരുത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.